നമ്മുടെ എല്ലാവരുടെ വീട്ടിലും അധികം മേടിക്കുന്ന ഒരു സാധനമാണ് ക്യാബേജ് കേട്ടോ. പക്ഷേ നമ്മൾ ആ ക്യാബേജ് നമുക്ക് ആവശ്യമുള്ള ഭാഗം അരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മൂക്ക് എന്ത് ചെയ്യും? വലിച്ചെറിയും. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ടാൽ ഇനി ആരും ക്യാബേജിൻ്റെ ബാക്കി ഭാഗം വലിച്ചെറിയൂല. ഞാൻ അതൊന്ന് നട്ടു നോക്കി. അപ്പോൾ എനിക്കുണ്ടായ ആ ഒരു സന്തോഷം അത് നിങ്ങൾക്കും കാണാം. അതെ, പച്ചക്കറി വേസ്റ്റിൽ നിന്നും ഞാൻ ക്യാബേജിനെ വളർത്തിയെടുത്തിട്ടുണ്ട്. വയലറ്റ് ക്യാബേജ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് പോയി നോക്കാം കേട്ടോ. ഈ അടുത്തായിട്ട് ഞാൻ പച്ചക്കറികളൊന്നും അങ്ങനെ വലിച്ചെറിയൂല കേട്ടോ. ഞാനതൊക്കെ ഒരു ചാക്കിലാക്കി ചെമ്മലൊക്കെ ഇട്ട് ഒരു കമ്പോസ്റ്റ് എന്നുള്ള രീതിയിൽ ആക്കിയിട്ടാണ് എടുക്കാറ്. അങ്ങനെ ഇരിക്കുകയാണ് ഏട്ടന് ഒരു ക്യാബേജ് കൊണ്ടുവന്നത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത ശേഷം അതിൻ്റെ ആ മൂക്ക് ഞാൻ എന്ത് ചെയ്തു? മണ്ണിൽ നടാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ ആവശ്യമുള്ള മണ്ണൊക്കെ നിറച്ച് പിന്നെ ഞാൻ ആ ഒരു മൂക്കിനെ 4 കഷ്ണമാക്കിയിട്ട് മണ്ണിൽ നടാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇത് സാധാ മണ്ണല്ല കേട്ടോ, നമ്മുടെ സാധാ അടിച്ചു വരുന്ന ചെമ്മലയും വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ചാക്കിൽ കെട്ടി വെച്ച് ഉണ്ടാക്കിയ ആ ഒരു കമ്പോസ്റ്റ് മണ്ണാണ് ഇട്ടത്. സാധാ മണ്ണിൽ ചിലപ്പം ഉണ്ടാവണമെന്നില്ല. അത് അത്യാവശ്യം നല്ലൊരു മണ്ണായതുകൊണ്ട് ഞാനത് ആ ഒരു ക്യാബേജിൻ്റെ മൂക്കിനെ 4 കഷ്ണങ്ങളാക്കിയിട്ട് ആ ഒരു പാത്രത്തിൽ എന്താ പറയുക നട്ട് കൊടുക്കുകയാണ്. ഉണ്ടാവും എന്നുള്ള രീതിയിലല്ല കേട്ടോ ഞാനിത് നടുന്നത്. പക്ഷേ എന്തോ നമുക്ക് ചെയ്ത് നോക്കിയെങ്കിലല്ലേ അറിയാൻ കഴിയുള്ളൂ. പിന്നെ ഞാൻ അതിനാവശ്യമുള്ള വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓവർ വെള്ളം ആവാൻ പാടില്ല. പിന്നെ അതേപോലെ തന്നെ നല്ല വെയിൽ കൊള്ളാനും പാടില്ല, എന്നാൽ വെയിൽ കൊള്ളും വേണം. അങ്ങനെ ഞാൻ ആ ഒരു ക്യാബേജ് നട്ട പാത്രം ചെറിയൊരു വെയിൽ കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവറായി വെയിൽ കൊണ്ടാൽ ചിലപ്പോൾ അത് നശിച്ചു പോകും. അപ്പോൾ ഞാൻ കുറഞ്ഞൊരു വെയിൽ കിട്ടുന്ന ഏരിയയിലേക്ക് അതിനെ മാറ്റി വെച്ചു. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം എൻ്റെ ക്യാബേജ് മൂക്കിൽ നിന്നതാ ചെറിയ ചെറിയ ക്യാബേജ് ഇലകളും മുളച്ചിട്ടുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നമ്മൾ എത്ര തവണയാണ് ഇതൊക്കെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു ഉപയോഗം ഇതിനെ കൊണ്ട് ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് സബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി മുതൽ ക്യാബേജിൻ്റെ മൂക്ക് അതുപോലെ കോളിഫ്ലവർ ഞാൻ ചെയ്തിട്ടില്ല, അതും ഒന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു സക്സസ് ആണെന്ന് മനസ്സിലായി. അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ ആണ് ഇട്ടത്. കാരണം അപ്പോൾ എൻ്റെ ക്യാബേജിൻ്റെ ആ ഒരു വയലറ്റ് ക്യാബേജ് ഇത്രയ്ക്കായിട്ടോ, ഇത്ര വലുപ്പത്തിലായിട്ടുണ്ട്. എനിക്ക് ക്ഷമല്ലേന്നില്ല. അപ്പോൾ ഞാൻ പിന്നെയും കൂടെ അന്ന് എടുത്തതാണ് വീഡിയോ. അപ്പോൾ സന്തോഷം എന്ന് പറയുക അത്ര തന്നെ. ഇത് മഞ്ഞ് കായ ഉണ്ടാവുമോ, അതായത് ക്യാബേജ് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും ഇത്ര ആയിട്ടുണ്ട് സംഭവം. കാണുമ്പോൾ നല്ല കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതിൽ 3 എണ്ണം മുളച്ച് വന്നിട്ടുണ്ട്, 1 പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുകൊണ്ടു. എന്തൊക്കെ വേസ്റ്റ് എന്നാൽ നമുക്ക് എന്തൊക്കെ കിട്ടുകയെന്ന് പറയാൻ പറ്റുമല്ലോ. ഇപ്പോൾ ഫലം ഉണ്ടായിട്ടില്ലെങ്കിലും വേണ്ടില്ല, നമുക്കതിൻ്റെ ആ ഒരു ലീഫ് എടുത്തിട്ട് ഉപ്പേരിയൊക്കെ വയ്ക്കാൻ പറ്റും. അപ്പോൾ ഒന്നും വെറുതെ കളയാനില്ല എന്നാണ് സാരം. അടുത്തൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറയുകൊണ്ട് കേട്ടോ. കാരണം ഫുള്ളായിട്ട് വളർന്നു വരാനുള്ള ആ ക്ഷമയ്ക്കില്ലേന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ വേഗം എടുത്തത് കേട്ടോ.